അതിന്റെ ക്ഷീണമെങ്കിലും മാറാതെ എങ്ങനെയാ ഹരിപ്രിയ ഇവിടെ നിന്ന് പറഞ്ഞു വിടുന്നേ? ഓ, അതിന് അത്ര വലിയ ക്ഷീണമൊന്നും കാണുന്നില്ല. ഉണ്ടോ ഹരിപ്രിയെ? അതിനെക്കുറിച്ച് ഇനിയൊരു തർക്കം വേണ്ട. മായ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. തിരിച്ചു ചെന്നിട്ട് ഹരിപ്രിയയ്ക്ക് അവിടെ ഒരുപാട് കാര്യങ്ങളില്ലേ. എന്തായാലും ഉടനെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അപ്പൊ ഹിറ്റ്ലറിനും ഹരിപ്രിയെ ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു വിടണമെന്ന് തന്നെ ആഗ്രഹം? മായയുടെ ചോദ്യം ജെനുവിനാണ്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഹരിപ്രിയയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇവിടുന്ന് പോയാൽ മതി. എത്രയും പെട്ടെന്ന് പോകുന്നത് തന്നെയാ എല്ലാവർക്കും നല്ലത്. മായ, ഈ വീട്ടിൽ സ്ഥിരതാമസത്തിന് വന്ന ആളൊന്നുമല്ല ഹരിപ്രിയ. അക്കാര്യത്തിൽ നിങ്ങൾക്കാർക്കും ഒരു പേടിയും വേണ്ട. അതിന് സ്ഥിരതാമസത്തിന് വന്നതാന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. തിരിച്ചു പോകുന്നത് എന്നാന്നല്ലേ ചോദിച്ചുള്ളൂ. അതിലൊരു തെറ്റുമില്ലെന്ന് DK പറഞ്ഞു. പിന്നെന്താ പ്രശ്നം? ഞാൻ നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചല്ല തൽക്കാലം ഇവിടെ നിൽക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങൾ? അതൊന്നും പറഞ്ഞാ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതൊന്നും വിശദീകരിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും നാളെ ജ്യോതിയും കൂട്ടി ഡോക്ടറെ കാണാൻ പോകാൻ ഏട്ടനൊന്ന് അനുവദിക്കണം. അത് ഞാൻ നേരത്തെ സമ്മതിച്ചല്ലോ. ഹരിപ്രിയയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ പോയാൽ മതി. ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അതെന്താണെന്നുള്ളത് അറിയിക്കണം, അത്രേ ഉള്ളൂ. മായയുടെ ചോദ്യം ജെനുവിൻ ആയതുകൊണ്ടാണ് ഞാൻ അവള് പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തത്. എപ്പോഴായാലും തിരിച്ചു പോയല്ലേ പറ്റൂ. അതിപ്പോ പെട്ടെന്നൊന്നും പോണമെന്നില്ല. ഹരിപ്രിയയുടെ സമയം പോലെ മതി. എനിക്കറിയാം ഏട്ടാ, അവരുടെ ഉള്ളിലൊക്കെ സംശയങ്ങളുണ്ട്. അത് നേരിട്ട് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ടാ അതിനെക്കുറിച്ച് ഇതുവരെ അവര് സംസാരിക്കാതിരുന്നത്. ഏത് വീട്ടിലായാലും ഇങ്ങനൊരാള് വന്ന് കുറച്ചു നാൾ നിൽക്കുമ്പോ ആരായാലും ചോദിക്കില്ലേ എപ്പോഴാ തിരിച്ചു പോകുന്നെന്ന്? അതേ അവരും ചോദിച്ചോളൂ. അതിലവരെ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ഉടനെ തന്നെ തിരിച്ചു പോണോന്നാ എന്റെ മനസ്സിലെ ആഗ്രഹവും. പക്ഷെ അതിനു മുൻപ് ഏട്ടൻ എനിക്ക് 1-2 കാര്യം കൂടി ചെയ്തു തരണം. പറയൂ, ഞാൻ എന്തു വേണം? ഹരിപ്രിയയ്ക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? സത്യത്തിൽ ഹരിപ്രിയയ്ക്ക് വേണ്ടിയല്ല ഏട്ടൻ അത് ചെയ്തു തരേണ്ടത്. പിന്നെ സുപ്രിയയ്ക്ക് വേണ്ടിയാ. വാട്ട്? സുപ്രിയയ്ക്ക് വേണ്ടിയോ? നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, ഞാനിവിടെ വന്നത് സുപ്രിയയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്ത് കുറച്ചു ദിവസം താമസിച്ചിട്ട് പോവാനാ. അത് സാധിച്ചില്ലേ? പിന്നെന്താ? ഇവിടെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ സുപ്രിയയുടെ സാന്നിധ്യമുള്ള മറ്റു ചില സ്ഥലങ്ങളില്ലേ? ഏത് സ്ഥലം? ഏത് സ്ഥലത്തെ കുറിച്ചാണ് നീ പറയുന്നത്? ഒരിക്കൽ അവൾക്ക് വേണ്ടി ഒരു സ്മാരകം പണികഴിപ്പിച്ചു കൊടുത്തിരുന്നല്ലോ, അതിനെക്കുറിച്ചായിട്ടാ ഞാൻ ചോദിക്കുന്നത്. നോ, അതിനെക്കുറിച്ചുള്ള ഒരു സംസാരവും കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പ്ലീസ് സ്റ്റോപ്പ്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ. ഹരിപ്രിയ, പ്ലീസ്. നീ സുപ്രിയയുടെ അനിയത്തിയ, അല്ലാതെ സുപ്രിയ ആവാൻ ശ്രമിക്കണ്ട. അതൊക്കെ ഞാൻ അടച്ചു പൂട്ടിയതാ. അതൊന്നും തുറക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ആയിക്കോട്ടെ, അടച്ചു പൂട്ടിയതായിക്കോട്ടെ. അതിനെക്കുറിച്ചൊന്നും ഏട്ടൻ ഇനി ഓർക്കുകയോ ആ ഓർമ്മകളെ പുറത്തെടുക്കുകയോ ഒന്നും വേണ്ട. പക്ഷെ എനിക്ക് കുറച്ചു ദിവസം ആ വീട്ടിൽ താമസിക്കണമെന്നൊരാഗ്രഹം. അതൊന്ന് സാധിച്ചു തന്നൂടെ? ഇല്ല, നടക്കില്ല. ഹരിപ്രിയ, അത് മാത്രം നീ ചോദിക്കരുത്. നിനക്ക് വേണമെങ്കിൽ വേറെ എന്തും ആവശ്യപ്പെടാം. പക്ഷേ ഇത് മാത്രം നടക്കില്ല.
എന്തിനാ ഏട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സുപ്രിയ എന്ന പേരുള്ള ആ വീട് സുപ്രിയയുടെ ഓർമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവളോടുള്ള സ്നേഹത്തിന് വേണ്ടി ഏട്ടൻ അവൾക്ക് പണി കഴിപ്പിച്ചു കൊടുത്തതല്ലേ? ഒരു ദിവസം പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ആ വീട്ടിൽ താമസിക്കാനായിട്ടില്ല എന്നതും സത്യവ. പക്ഷേ ഇതെന്റെ ഒരു ആഗ്രഹം. സുപ്രിയയുടെ സാന്നിധ്യവും ഓർമ്മകളുമുള്ള ആ വീട്ടിൽ 2 ദിവസം താമസിക്കണം എന്നൊരാഗ്രഹം. അത് സാധിച്ചു തരാൻ ഏട്ടന് മനസ്സുണ്ടാവണം. നോ, ഹരിപ്രിയ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. പിന്നെ എത്രയും വേഗം ഹരിപ്രിയ ഇവിടുന്ന് തിരിച്ചു പോവുകയും വേണം. എന്താ ബേട്ടി ഇത്? നീ എന്തിനാ ആ വീടിനെ കുറിച്ചൊക്കെ അവനോട് ചോദിക്കാൻ പോയത്? അല്ല, അവൻ അതൊക്കെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? നീ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? സുപ്രിയ നിന്നോട് പറഞ്ഞോ ആ വീടിനെ കുറിച്ച്? അമ്മേ, സുപ്രിയയ്ക്ക് അറിയാവുന്നതൊക്കെ എനിക്കും അറിയാം. എന്നോട് അവള് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ വന്നതല്ലേ. തിരിച്ചു പോകുന്നതിന് മുൻപ് അവളുടെ ഓർമ്മകളുള്ള ആ സ്ഥലം കൂടി എനിക്കൊന്ന് കാണണമെന്ന് തോന്നി. ഒരു 2 ദിവസം ഞാൻ അവിടെ താമസിക്കുന്നതിൽ എന്താ അമ്മേ തെറ്റ്? അവനത് ഇഷ്ടമല്ലെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നീ അവരോടൊന്നും ചോദിക്കണ്ട കേട്ടോ. ഞാൻ ചോദിക്കും. ഞാൻ തിരിച്ചു പോകുന്നതിന് മുൻപ് എനിക്കവിടെ 2 ദിവസം താമസിച്ചേ പറ്റൂ. അത് എന്റെ ആഗ്രഹമാണ്. അത് സാധിക്കാതെ ഞാൻ മടങ്ങിപ്പോവില്ല. മോളുവാ. അവളെന്തിനാ സുപ്രിയയുടെ വീടിനെ കുറിച്ച് അറിയുന്നത്? അവൾക്ക് അവിടെ താമസിക്കണം പോലും. ആ വീടിനെ കുറിച്ച് സുപ്രിയ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പോലും. ആ വീട്ടിലെന്തിനാ ഹരിപ്രിയ പോയി താമസിക്കുന്നത്? ഹരിപ്രിയ എന്നല്ല, ആരും അങ്ങോട്ട് പോയി താമസിക്കുന്നത് എനിക്കിഷ്ടം. എന്റെ ഹിറ്റ്ലറെ, നിങ്ങൾ എന്തിനാ ഹരിപ്രിയോട് ഇങ്ങനെ ചൂടായത്? അവൾ ഏതോ ഒരു വീടിനെ പറ്റിയല്ലേ ചോദിച്ചുള്ളൂ. ആ വീടിന് എന്താ പ്രത്യേകത? നീ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. ഹ, എന്ന് പറഞ്ഞ എങ്ങനെയാ? ആ വീടിനെ കുറിച്ച് കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഇത്ര ടെൻഷൻ? അങ്ങനെയാണെങ്കിൽ എനിക്കും ആ വീടൊന്ന് കാണണം. സ്റ്റോപ്പ് ഇറ്റ്. ഒരാൾ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് അയാളെ കുത്തി നോവിക്കുന്ന എന്തിനാ? ഞാൻ ആരെയും കുത്തി നോവിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഹിറ്റ്ലറെ. തിരിച്ചു പോകുന്നതിന് മുമ്പ് അവൾ ഒരു ആഗ്രഹം പറഞ്ഞതാ. അത് സാധിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കാന്ന് കരുതി. വേണ്ട. ആരുടെയെങ്കിലും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഞാൻ എന്റെ ഓർമ്മകളോട് യുദ്ധം ചെയ്യണോ? അവൾക്ക് വേണ്ടി നീ വക്കാലത്ത് പിടിക്കാൻ വരണ്ട. മേലിൽ നീ അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്. ഇത്രയ്ക്ക് മറച്ചു പിടിക്കാൻ ആ വീടിനിപ്പോ എന്താ പ്രത്യേകത? നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ വീടിന്റെ രഹസ്യങ്ങളും ചുമന്ന് നടക്കുന്ന എന്തിനാ? രഹസ്യങ്ങളോ? എന്ത് രഹസ്യങ്ങൾ? നീ നിന്റെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കി അലഞ്ഞു നടക്കരുത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ BP കൂട്ടുന്നേ? ആ വീടിനെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഞങ്ങളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്നേ? എനിക്ക് അതേ അറിയണ്ടു. നിനക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ മാത്രം നീ അറിഞ്ഞാൽ മതി. മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ കയറി കുത്തി നോവിക്കാൻ ശ്രമിക്കരുത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്ത് കാര്യം? നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. സുപ്രിയമായിട്ട് ബന്ധപ്പെടുന്ന എന്തോ ഒന്ന് ആ വീട് അല്ലേ? ആണെങ്കിൽ എനിക്കും ആ വീടിനെ കുറിച്ച് അറിഞ്ഞ കൊള്ളാന്നുണ്ട്. അതല്ലേ നേരത്തെ നിന്നോട് പറഞ്ഞത്? അതിനെക്കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുതെന്ന്. ഈ സംസാരം ഇവിടെ നിർത്തിക്കോണം. ജ്യോതി, ഒന്ന് ഞാൻ നിന്നോട് പറയാം. അവിടെ എനിക്ക് മറച്ചു വയ്ക്കാൻ രഹസ്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ വീടിനെ കുറിച്ച് പറയാനോ ആ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകാനോ ഇഷ്ടമില്ല എനിക്ക്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ പോണ്ട.
ആ താക്കോൽ അങ്ങോട്ട് കൊടുക്ക്. അവളെങ്കിലും അവിടെ പോയി 2 ദിവസം താമസിച്ചിട്ട് പോരട്ടെ. അമേരിക്കന്ന് ഇത്രയും ദൂരം പോന്നിട്ട് അവളൊരാഗ്രഹം പറഞ്ഞപ്പോ അത് സാധിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ മര്യാദയും കൂടിയല്ലേ? എന്ത് മര്യാദ? സുപ്രിയയ്ക്ക് പിന്നാലെ ഹരിപ്രിയ എന്തിനാ പോകുന്നത്? അവൾക്ക് വേണ്ടി നീ എന്തിനാ വാദിക്കുന്നത്? ദേ, നിന്നോട് ഞാൻ അവസാനമായി പറയാ, ഈ കാര്യത്തെക്കുറിച്ചുള്ള സംസാരം ഇവിടെ നിർത്തിക്കോണം. മനസ്സിലായോ? വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. ഞാൻ ഹരിപ്രിയോട് തന്നെ ചോദിച്ചോളാം ആ വീടിനെ കുറിച്ചുള്ള രഹസ്യം എന്താന്ന്. എന്തായാലും അത് എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. ഇത്രയ്ക്ക് വലിയ രഹസ്യം എന്താ അവിടെ ഉള്ളതെന്ന് ഞാൻ ഹരിപ്രിയോട് തന്നെ ചോദിച്ചോളാം. ഹരിപ്രിയേ, 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 വാതിൽ തുറക്ക്. വാതിലും തുറക്കോ? ഹരിപ്രിയ, ഇത് ഞാനാ, ജ്യോതി. ബേട്ടി, നീ എന്തിനാ അവളെ വിളിക്കുന്നത്? അയിനോ, നീ ഇപ്പൊ തിങ്ക് ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. അല്ല, നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്ക് ആ വീടിനെ കുറിച്ച് അറിയണം. സുപ്രിയയ്ക്ക് താമസിക്കാൻ ഹിറ്റ്ലർ നിർമ്മിച്ചു കൊടുത്ത ആ വീടിനെ കുറിച്ച്. അത്രേ ഉള്ള കാര്യം? അതൊരു ചെറിയ കാര്യമല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി അമ്മ. എന്റെ ഭർത്താവിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തോ ഒന്ന് അതിനകത്തുണ്ട്. അത് സുപ്രിയോടുള്ള സ്നേഹം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആണെങ്കിൽ ആ വീട് എന്നേക്കുമായി ഡിക്ക് ഇങ്ങനെ അടച്ചിടുമായിരുന്നില്ല. മൈ ഡിയർ ബേട്ടി, യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. ഐ എക്സ്പ്ലെയിൻ. അമ്മയ്ക്ക് അതിനെക്കുറിച്ചെല്ലാം അറിയോ? ബേട്ടി, അത് വെറും ഒരു വീടല്ല. എന്റെ മോന്റെ ചങ്കിൽ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന തീയാ അത്. അവൻ നിന്നോടത് പറയാത്തത് മനഃപൂർവ്വമല്ല. അവൻ അതിനെക്കുറിച്ച് ഓർക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാ. മോളുവ, നിനക്കറിയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കമോൺ, കമോൺ, വാ. ആ വീടിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത്? ആ വീടിനെ കുറിച്ച് പറയുമ്പോ അവരുടെ ലവിനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. അത് കേൾക്കാൻ നിനക്കത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഹിറ്റ്ലറും സുപ്രിയയും തമ്മിലുള്ള സ്നേഹത്തിന്റെ എല്ലാ ആഴവും പരപ്പും എനിക്കറിയാം. അത് പണ്ട് കേട്ടറിഞ്ഞതുപോലെയൊന്നുമല്ല. ഇപ്പൊ ഞാൻ അതിനെ തൊട്ടറിയുന്നുണ്ട്. വാട്ട്? നീ എന്താ ഈ പറയുന്നേ? നിനക്ക് എങ്ങനെ അതൊക്കെ അറിയാൻ സാധിക്കും? എന്റെ മോൻ പറഞ്ഞോ? ഇല്ല. പിന്നെ എങ്ങനെ? വാട്ട് യു അണ്ടർസ്റ്റാൻഡ്? നീ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അവരുടെ സ്നേഹത്തെക്കുറിച്ച്? അതൊരു ഡിവൈൻ ലവ് ആയിരുന്നു. അമ്മ വിചാരിക്കുന്നത് പോലെയല്ല. ഹിറ്റ്ലറിന് സുപ്രിയോടുണ്ടായിരുന്ന സ്നേഹത്തിനോട് ചേർന്ന ഞാനിപ്പോ ഇരിക്കുന്നത്. മനസ്സിലായില്ല അമ്മേ. ഈ വീട്ടിലെ ആരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കിപ്പോ ആ സ്നേഹത്തിനെ കുറിച്ച് അറിയാം. എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം സുപ്രിയ എന്റെ ഒപ്പം തന്നെ ഉണ്ട്. നീ എന്താ പറഞ്ഞേ? സുപ്രിയ നിന്റെ കൂടെ ഉണ്ടെന്നോ? അത് ഹരിപ്രിയല്ലേ? സോറി അമ്മ, ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. പിന്നെ ഹിറ്റ്ലറിനെ ഞാൻ ഒരുപാട് ആഴത്തിൽ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴേ ഹിറ്റ്ലറിന്റെ ഉള്ളില് സുപ്രിയോട്ടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴവും ഞാൻ അറിഞ്ഞു. ഓ, അങ്ങനെ പറഞ്ഞതാ. ഓ, അത് ശരി. ഞാൻ കരുതി നീ എന്തോ മണ്ടത്തരം പറയാൻ വരുവാന്ന്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, മണ്ടത്തരം പറയുന്നതാണല്ലോ നിന്റെ കയ്യിലിരിപ്പ്. അമ്മേ, ഇത് മണ്ടത്തരമൊന്നുമല്ല. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ബേട്ടേ, കോമഡിയിൽ തുടങ്ങിയ ഒരു ഗെയിമായിരുന്നു അത്. കോമഡിയോ? യെസ് മൈ ബേട്ടി. പണ്ടേ DK സുപ്രിയയും കൂടി ദാ ഈ ഹാളിലിരിക്കുമ്പോ അവൾ എന്റെ മോനോടൊരു കാര്യം ചോദിച്ചു. എന്ത് കാര്യം? അത് പിന്നെ ആ ഡൽഹിയിലുള്ള ഒരു കെട്ടിടം ഉണ്ടല്ലോ,
ഒരു സ്മാരകം, ഈ ലവിന്റെ എന്തുവാ അത്? ആ, താജ്മഹൽ അല്ലേ? ഈശ്വര, അമ്മ അത് എന്തോ ഒരു താജ്മഹൽ അല്ല, ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാ അത്. ആ, അയ്യോ അത് തന്നെ. അതൊക്കെ ഇപ്പോഴും അത്ഭുതം തന്നെയാ. പക്ഷേ അതിനേക്കാളും ഒക്കെ വലിയ അത്ഭുതമാ ഇവിടെ നടന്നത്. ഞാൻ മരിച്ച എനിക്ക് വേണ്ടി അങ്ങനൊരു സ്മാരകം പണിയുമെന്ന് എന്റെ മോനോട് അവളൊരൊറ്റ ചോദ്യം. എന്നിട്ട് മരിക്കുന്നത് എന്തിനാ, അതിനു മുമ്പേ പണിത് തരാന്ന അവനും. അന്ന് അവക്ക് വാക്കു കൊടുത്തതാ. അവളോടുള്ള ലവിന്റെ സ്മാരകമായിട്ട് ആ വീട് പണിയുകയും ചെയ്തു. 1 ഇയറിനുള്ളിൽ തന്നെ അവൻ ആ ഹൗസിന്റെ പണിയും കഴിച്ചു. എന്നിട്ട് അവരവിടെ പോയി താമസിച്ചായിരുന്നോ? ഇല്ല, അവർക്ക് രണ്ടുപേർക്കും കൂടി അവിടെ പോയി താമസിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഞാനും കൂടി അവരോടൊപ്പം ചെന്ന് നിൽക്കണമെന്ന് അവള് വാശി പിടിച്ചു. എന്നിട്ട് അമ്മ അത് സമ്മതിച്ചോ? ആദ്യം ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ അവളുടെ നിർബന്ധത്തിന് മുന്നിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചു. അതിന് തൊട്ടു മുമ്പാ ആ അപകടം ഉണ്ടായത്. ഒരു ദിവസം പോലും ആ വീട്ടിൽ ജീവിച്ചു കൊതി തീരാതെ സുപ്രിയ പോയത്. ബേട്ടി നിക്ക്, ഞാൻ ബാക്കി കൂടി പറയാം. ഇനിയുള്ള കഥകൾ കൂടി കേക്കണ്ടേ? വേണ്ട, ആ, ഇനിയുള്ള കഥയൊക്കെ അമ്മ പറയാതെ തന്നെ എനിക്കറിയാം. അല്ല, ഞാൻ പറയാതെ ഇവക്കെങ്ങനെ അറിയാം? ആ, ചെലപ്പോ അവൻ പറഞ്ഞു കൊടുത്തു കാണും. ശോ, അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ചോദിച്ചാ മനസ്സിലുള്ളത് അപ്പ തന്നെ തുറന്നു പറയും. പുവർ ബോയ്സ്. എന്തായി ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ? എന്താവാൻ? എനിക്ക് തോന്നുന്നത് DKയുടെ മനസ്സമാധാനം നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി വന്നതാണ് ഈ ഹരിപ്രിയെന്ന്. ഇല്ലെങ്കിൽ പിന്നെ ആ വീടിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഹരിപ്രിയ പോയി DKയോട് ചോദിക്കോ? അതന്നെ എനിക്ക് മനസ്സിലാവാത്തത്. DK സുപ്രിയ ആന്റിക്ക് വേണ്ടി പണിത വീട്ടില് എന്തിനാ ഹരിപ്രിയ പോയി താമസിക്കുന്നത്? അവൾക്ക് എന്താ അവിടെ കാര്യം? സത്യത്തിൽ ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നത് കഷ്ടോ. ഓ, എന്ത് വലിയ വീടാ! എത്ര നാളായി ഏതെങ്കിലും പൂട്ടിയിട്ടിരിക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ആ വീട് തന്നിരുന്നെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിച്ചേന്. ആ വീടൊന്ന് ഇടയ്ക്ക് പോയി തുറന്ന് വൃത്തിയാക്കി ഇടാനുള്ള സമ്മതം തന്നാ മതിയായിരുന്നു. ഇതിപ്പോ അതുപോലും സമ്മതിക്കുന്നില്ലല്ലോ. അതെ, എനിക്ക് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് ആ ഹരിപ്രിയ ഇവിടുന്ന് കെട്ടുകെട്ടിക്കണം. ഇല്ലെങ്കിൽ അവൾ ഈ വീട് കുളം തോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം വന്നപ്പോ അവള് കുറച്ചു ദിവസത്തേക്ക് നിൽക്കാനെന്ന് പറഞ്ഞു വന്നു. പിന്നെ തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച് കേൾക്കാനേ ഇല്ല. ഒടുവിൽ ദേ ഇപ്പൊ സുപ്രിയ ആന്റിക്ക് DK പണിത് കൊടുത്ത് വീടിനകത്ത് കയറി താമസിക്കണമെന്ന്. ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടാന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഹരിപ്രിയ ആ വീടിനെ കുറിച്ച് ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം ചേച്ചിയുടെ ഓർമ്മകളുള്ള സ്ഥലമല്ലേ. അവിടെ ഓരോന്ന് പോകണമെന്നോ അവിടെ ഒരു ദിവസം താമസിക്കണമെന്നോ ആഗ്രഹം തോന്നിയ അതിനിപ്പോ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? ഇതിനകത്ത് എന്തോ ദുരൂഹത ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. ഹരിപ്രിയ ഈ വീട്ടിലേക്ക് വെറുതെ വന്നൊന്നുമല്ല. അതിന് പിന്നിൽ എന്തോ വലിയ കാരണമുണ്ട്. അവൾ എന്തോ ഇവിടെ അന്വേഷിക്കുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള വഴിയൊരുക്കല ഈ വീടിനെ കുറിച്ച് ചോദിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പോ അവള് തിരിച്ചു പോകാൻ വന്നതല്ലേ? അവള് തിരിച്ചു പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചുമ്മാ തെറ്റിദ്ധരിക്കണ്ട. ഹരിപ്രിയ പോവും. പോകാതിരിക്കാൻ ഇത് അവളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ. എല്ലാ കാലവും ഇവിടെ താമസിക്കാനും പറ്റില്ല. എന്തായാലും താര പറഞ്ഞതിലെ ഒരു കാര്യം ശരിയാണെന്നാ എനിക്ക് തോന്നുന്നത്. അവൾ ഈ വീട്ടിലേക്ക് അങ്ങനെ വെറുതെ വന്നതല്ല. അതിന് പിന്നിൽ അവൾക്കൊരു ലക്ഷ്യമുണ്ട്, അതുറപ്പാ.
അമ്മ എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. എന്ത്? ആ വീടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അമ്മ എന്നോട് പറഞ്ഞൂന്ന്. അപ്പൊ അറിഞ്ഞല്ലോ, ഇനിയൊന്നും ഉണ്ടായിരിക്കോ? ഞാൻ മിണ്ടായിരിക്കാം. പക്ഷേ ആ വീടെങ്ങനെ അടച്ചുപൂട്ടി ഇട്ടതുകൊണ്ടേ സുപ്രിയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം അടച്ചുപൂട്ടി ഇട്ടു എന്ന് വിചാരിക്കരുത്. ദേ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ ചാടിക്കടിക്കാൻ വരരുത്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പറയാതിരിക്കുന്നല്ലേ നല്ലത്. എന്റെ പൊന്നു കുശിനിക്കാരാ, നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സമാധാനത്തോടെ കാര്യങ്ങളെ കാണാൻ ശീലിക്ക്. എന്തായാലും സുപ്രിയയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീടല്ലേ അത്. സുപ്രിയയുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും അവിടെ ഇപ്പോഴും കാണുമെന്ന് തന്നെയാ ഹരിപ്രിയയുടെ വിശ്വാസം. അവള് വിശ്വസിച്ചോട്ടെ, അതിന് എന്നെ ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? ഹിറ്റ്ലറെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവരെ ട്വിൻ സിസ്റ്റേഴ്സാ. ഈ ഇരട്ടകൾക്കൊരു പ്രശ്നമുണ്ട്. ഒരാളുടെ മനസ്സ് വേദനിച്ചാൽ ചിലപ്പോ മറ്റേയാളുടെ മനസ്സും വേദനിക്കും. ഒരാൾക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അതിന്റെ വേദന അനുഭവിക്കുന്നതെല്ലാം രണ്ടാമത്തെ ആളും കൂടിയായിരിക്കും. അത് ഈശ്വരന്റെ സൃഷ്ടിയുടെ കുഴപ്പമാണ്. അവളുടെ ഒരു ആഗ്രഹമല്ലേ. ഹിറ്റ്ലറെ അതങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര നിസ്സാരമല്ല. ഓർമ്മകളുടെ ഭൂതങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന വീട് തുറന്നു കൊടുക്കാനാ നീ എന്നോട് ആവശ്യപ്പെടുന്നത്. അതിന്റെ കുഴപ്പം നിനക്ക് തന്നെയാ. ഭൂതങ്ങളോ പ്രേതങ്ങളോ ആര് വേണമെങ്കിലും അവിടെ ഉറങ്ങിക്കിടന്നോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഹരിപ്രിയ, അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ഒരു തോന്നല്. അതുകൊണ്ടാ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നേ. ജ്യോതി, ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പ. സുപ്രിയയുടെ ആഗ്രഹങ്ങളെ കുഴിച്ചിട്ട മണ്ണാത്. ഹരിപ്രിയോടെ പോയാൽ അവൾക്കൊരിക്കലും അവിടെ സമാധാനം കിട്ടില്ല. മറന്നു തുടങ്ങിയതൊക്കെ വീണ്ടും അവളോട് ആവർത്തിച്ച് പറയേണ്ടി വരും. അവളുടെ ചോദ്യങ്ങൾ എന്നെ വേദനിപ്പിക്കും. എന്തിനാ വെറുതെ? ഇനി ആ മണ്ണിൽ കാല് കുത്തില്ല എന്ന് പറഞ്ഞ് പൂട്ടിയിട്ടതാ ഞാൻ ഒരിക്കൽ. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. എന്റെ ഹിറ്റ്ലറെ, കാര്യങ്ങളെ ഇത്ര വൈകാരികമായിട്ട് കാണുന്ന എന്തിനാ? കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചൂടെ? ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉള്ളൂ എന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളെപ്പോലെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഓർമ്മകളും വേദനകളും ഒക്കെ ഉണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം വരെ അത് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ടെൻഷൻ അടിച്ച് അതിനെയൊക്കെ അടച്ചുപൂട്ടിയിടുന്നതിനേക്കാളും നല്ലതേ ചിരിച്ചുകൊണ്ട് അതവൾക്ക് തുറന്നു കൊടുക്കുന്നതല്ലേ. നിങ്ങൾ പറഞ്ഞില്ലേ ഓർമ്മകളുടെ ശവപ്പറമ്പാണെന്ന്? അവിടെ വെളിച്ചവും കാറ്റും ഒന്നുമില്ലാതെ ഇരുട്ടുമൂടി കിടക്കുകയാണെന്ന്. അതൊന്ന് തുറന്നു കൊടുക്കേണ്ട ഹിറ്റ്ലറെ. കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറിക്കോട്ടെ. എനിക്ക് ഹരിപ്രിയയുടെ ഒരു വിരോധമില്ല. അവൾക്ക് വേണ്ടി നീ സംസാരിക്കുന്ന എനിക്ക് മനസ്സിലാവും. പക്ഷേ സുപ്രിയയുടെ ഓർമ്മകൾ പോലും ഇപ്പൊ എന്നിലേക്ക് വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നിന്നെയാ. നിന്നോടുള്ള സ്നേഹത്തിന് തടസ്സമാവുന്നതൊന്നും ഓർക്കുന്ന പോലും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ആ വീടിനെ കുറിച്ചുള്ള ഒന്നും നീ എന്നോട് ചോദിക്കരുത്. ഇവിടെ നീ എനിക്ക് വാക്ക് തരണം. ഹരിപ്രിയയ്ക്ക് അവളുടെ ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടാവും. പക്ഷെ ആ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് തടസ്സം നിൽക്കരുത്.